ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇത് നമ്മുടെ വീട്ടിലെ തന്നെ വെണ്ടയാണ്, കൊമ്പൻ വെണ്ട. ഒരു 4 മതി ഒരു ചെറിയൊരു മെഴുക്കുവരട്ടിയൊക്കെ വെക്കാൻ. നമുക്കൊരു ചെറിയ മെഴുക്കുവരട്ടി വെക്കാം. ഇതിനെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം. വെണ്ടയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞ് വെച്ചു, പിന്നെ പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്ക് ഒരു പാന് അടുപ്പിൽ വെക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അത് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല. കാരണം അടച്ച് വെക്കുമ്പോൾ ആവിയിലെ വെള്ളം കൂടെ ചേർന്ന് വെണ്ടയ്ക്ക ആയതുകൊണ്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് അടച്ച് വെക്കാതിരിക്കുക. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ മൂത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ തന്നെ വെണ്ടയ്ക്ക ആയതുകൊണ്ട് വളരെയധികം രുചി വളരെ കൂടുതലാണ്. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.